മഴവില്ല് അന്തരീക്ഷത്തിലുള്ള ജലകണികയിലേക്ക് കടന്ന് പുറത്തേക്ക് വരുന്ന സൂര്യപ്രകാശ രശ്മി 2 പ്രാവശ്യം അപവർത്തനത്തിനും 1 പ്രാവശ്യം ആന്തരിക പ്രതിപതനത്തിനും വിധേയമാകുന്നു. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള ജലകണികയിലേക്ക് കടന്ന് പുറത്തേക്ക് വരുന്ന സൂര്യപ്രകാശ രശ്മി എത്ര തവണ? 2 പ്രാവശ്യം അപവർത്തനത്തിനും 1 പ്രാവശ്യം ആന്തരിക പ്രതിപതനത്തിനും വിധേയമാകുന്നു. മഴവില്ല് ഉണ്ടാകുന്നത് പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അപവർത്തനത്തിൻ്റെയും പ്രകീർണനത്തിൻ്റെയും ആന്തരിക പ്രതിപതനത്തിൻ്റെയും സമന്വിത ഫലമായാണ്. അപ്പം മഴവില്ല് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പ്രകൃതിയിൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന അപവർത്തനത്തിൻ്റെയും അതുപോലെ പ്രകീർണനത്തിൻ്റെയും പിന്നെന്താണ് ആന്തരിക പ്രതിപതനത്തിൻ്റെയും സമന്വിത ഫലമായാണ്. ഇനി മഴവില്ല് ഉണ്ടാകുന്ന ദിശ എന്ന് പറയുന്നത് സൂര്യന് എതിർദിശയിലായിരിക്കും. നല്ല സൂര്യപ്രകാശം ഉള്ളപ്പോൾ സൂര്യന് എതിർദിശയിൽ അന്തരീക്ഷത്തിലേക്ക് വെള്ളം സ്പ്രേ ചെയ്താൽ കൃത്രിമമായി മഴവില്ലുണ്ടാക്കാൻ സാധിക്കും. നല്ല സൂര്യപ്രകാശമുള്ള സമയത്ത് സൂര്യന് എതിർദിശയിൽ അന്തരീക്ഷത്തിലേക്ക് വെള്ളം സ്പ്രേ ചെയ്താൽ എന്ത് ചെയ്യും? കൃത്രിമമായിട്ട് മഴവില്ലുണ്ടാക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. ഓക്കെ, SCERT ഫാക്റ്റാണ് പഠിക്കുക.